ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് സ്പെഷ്യൽ ഉള്ളത്? അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യലൊന്നുമില്ല. ഇന്ന് എൻ്റെ മോന് പനി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ കഞ്ഞി കുടിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് കഞ്ഞിക്കൊരു കോമ്പിനേഷൻ കറിയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാര്യം ഞാനിത് നേരത്തെ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല. കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്, കൊട്ടാരക്കര വന്നതിന് ശേഷമാണ് ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, കഞ്ഞി, ചക്ക, ചമ്മന്തി, അതുപോലെ തന്നെ അച്ചാർ. അപ്പം നമ്മളൊക്കെ കഞ്ഞി പയർ അല്ലെങ്കിൽ കഞ്ഞി കൂട്ടുകറി, പിന്നെ അല്ലെങ്കിൽ കഞ്ഞി അച്ചാർ അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചക്കയും കഞ്ഞിയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. ഇപ്പോൾ ഇവിടെ ചക്കയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുരിങ്ങയില തോരനും അതുപോലെ കാന്താരി ചമ്മന്തിയും ഒക്കെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് മുരിങ്ങയിലയും ഫ്രഷായിട്ട് കുറച്ച് കാന്താരിയും പിന്നെ കറിവേപ്പിലയൊക്കെ ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം നമ്മുടെ കാന്താരി മുളക്, അതും കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. എല്ലാവർക്കും അറിയാമല്ലോ, ചക്ക വേവിക്കുന്നതിൻ്റെ അരപ്പൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എൻ്റെ മെഷറൊന്നും ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ അരപ്പ് നമുക്ക് ഈ വെന്ത ചക്കയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കയൊക്കെ വേവിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ലൊരു മണവും കൂടാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇപ്പോൾ ഞാനിത് അരച്ചൊക്കെ ചേർത്തുകൊണ്ടാണ് ഞാൻ പിന്നെയും കറിവേപ്പിലയൊന്നും ഇടാത്തത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് എടുക്കണം. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല കുഴച്ച് അടിപൊളി ചക്ക വേവിച്ചതാണ്. ഇത് നമ്മളിന്ന് സെർവ് ചെയ്യുന്നത് കഞ്ഞിയുടെ കൂടാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പയ്ക്കാണ്. കാര്യം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ എപ്പോൾ കഞ്ഞി വെച്ചാലും ചക്ക ഉണ്ടെങ്കിൽ നമുക്കെന്നാൽ ചക്ക വേവിക്കാമെന്ന് പപ്പയാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇന്ന് പപ്പയാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. ഇതിൻ്റെ കൂടെ പുളിഞ്ചിക്ക അച്ചാറാണ് ബെസ്റ്റ്. അപ്പോൾ പപ്പ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കഞ്ഞിയും ചക്കയൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി സൺഡേ ആശംസിക്കുന്നു. ബായ്.